നമസ്കാരം, ഞാൻ രേവതി ഉദയൻ. എന്താ തെറ്റാണ് ഞാൻ ചെയ്തത്? എന്നെ കോൺഗ്രസ് ദയാവധത്തിന് വിട്ടു. സതീശൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇനി KC വേണുഗോപാലാണ് ഏക പ്രതീക്ഷ. നെഞ്ചു പൊട്ടി ചങ്ക് കലങ്ങി അൻവർ നിലവിളിക്കുകയാണ്. നന്ദി വേണം കോൺഗ്രസുകാരെ, ഒരു തരിയെങ്കിലും നന്ദി വേണം. അതും അൻവറിനെ പോലെ നിങ്ങളുടെ ഉന്നമനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് യാതൊരു സ്വാർത്ഥ ലാഭങ്ങളും അധികാര കൊതിയുമില്ലാതെ രാവെന്നും പകലെന്നുമില്ലാതെ അഹോരാത്രം പ്രവർത്തിക്കുന്ന അൻവറിനെ പോലെ ഒരു നന്മ മരത്തോട് നന്ദിയും കടപ്പാടും വേണം. നന്ദി സൂചകമായി കോൺഗ്രസിനുള്ളിലേക്ക് നൂഴ്ന്നു കയറാനുള്ള വഴി, അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്നുറപ്പുള്ള സീറ്റ്, അതൊന്നുമല്ലെങ്കിൽ ഒരു മന്ത്രിപ്പട്ടം, അത്രയും മതി അൻവറിന്. കോൺഗ്രസിന്റെ നിലനിൽപ്പിന് തന്നെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഏത് നിമിഷവും താഴേക്ക് വീണു പോകാവുന്ന അവസ്ഥയിലാണ്. അകത്തുള്ളവർ പോലും അന്തർധാരയിൽ പാലം വലിച്ചു തുടങ്ങി. അപ്പോഴാണ് ഇനി തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന അൻവറിനെ പോലെ ഒരാളെ അകത്തു കയറ്റിയിരുത്തി സൽക്കരിക്കണമെന്ന് പറയുന്നത്. അതിനുവേണ്ടി അൻവർ എന്ത് ചെയ്തു കൊടുത്തു എന്നോർത്ത് പരസ്പരം കണ്ണുമിഴിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ സഹകരിച്ചേക്കുമെന്ന സൂചനകൾക്കിടെ UDFനെ ആഞ്ഞടിച്ച് PV അൻവർ വീണ്ടും രംഗത്തെത്തി. എന്റെ സഹകരണം ഇങ്ങനെയേ അല്ല എന്നാണ് അൻവറിന്റെ പക്ഷം. കഴിഞ്ഞ ദിവസം അൻവർ എന്ത് സഹകരണത്തിനും തയ്യാറാണെന്നും അൻവർ പൊന്നാണെന്നും കരളാണെന്നും ഒക്കെ പറഞ്ഞ നേതാക്കന്മാരൊക്കെ ഇനി എന്തു പറയുമെന്ന് ഓർത്തിരിക്കുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് പിന്തുണ നൽകിയിട്ടും UDFന്റെ ഭാഗത്തുനിന്ന് ഒരു നന്ദി വാക്ക് പോലും ഉണ്ടായിട്ടില്ല എന്ന് അൻവർ പറഞ്ഞു. സ്ഥാനാർത്ഥിയായിരുന്ന മിൻഹാജിനെ പിൻവലിച്ചപ്പോൾ അദ്ദേഹത്തെ UDF പ്രചാരണ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അതുണ്ടായില്ല. വോട്ടെടുപ്പ് ദിവസം ബൂത്തിലിരുന്ന UDF പ്രവർത്തകർക്ക് ബിരിയാണി വെച്ചു നൽകിയത് പോലും മിൻഹാജാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം പോലും മിൻഹാജിനെ വിളിച്ച് ആരും തിന്ന ബിരിയാണിയുടെ നന്ദി പോലും ഇതുവരെയും പറഞ്ഞിട്ടില്ല. അപമാനിതനായതിനു പിന്നാലെയാണ് അദ്ദേഹം CPMൽ ചേർന്നതെന്ന് അൻവർ പറഞ്ഞു. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും UDFന് പിന്തുണ നൽകി. പ്രിയങ്ക ഗാന്ധിക്ക് ഏറ്റവും അധികം വോട്ട് വർദ്ധിച്ചത് നിലമ്പൂർ മണ്ഡലത്തിലാണ്. അന്ന് ആര്യാടൻ ഷൗക്കത്തും വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം സമ്മതിച്ചു കൊടുത്തതാണ്. UDFന് കത്ത് കൊടുത്തിട്ട് 4 മാസം കഴിഞ്ഞു. ഈ മാസം 2-ന് കോഴിക്കോട് UDF യോഗം ചേർന്നപ്പോൾ ഈ കത്ത് ചർച്ച ചെയ്യുകയും താനുമായി സഹകരിച്ചു പോകാൻ തീരുമാനിച്ചതുമാണ്. അന്ന് UDF കൺവീനർ ആയിരുന്ന MM ഹസൻ ഇക്കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഏൽപ്പിച്ചതുമാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും അറിയിച്ചു. ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് അൻവർ അവിടെ നിലയുറപ്പിച്ചത്. എന്നാൽ പിന്നീട് ഇത് സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. പലതവണ VD സതീശനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും സാധിച്ചില്ല എന്നാണ് അൻവറിന്റെ ശക്തമായ ആരോപണം. അൻവർ കറിവേപ്പിലായി കഴിഞ്ഞു കോൺഗ്രസിൽ എന്ന് ആർക്കാണ് അറിയാത്തത്? അത് ഇപ്പോഴും തിരിച്ചറിയാതെ പോകുന്ന ഒരേ ഒരാൾ അൻവർ മാത്രമാണ്. കോൺഗ്രസിലെ വിളിക്കാത്ത സദ്യക്ക് സദ്യ കഴിക്കാൻ കയറി ചെല്ലാൻ ഇനിയും നാണമില്ലേ? ഇടതുപക്ഷത്തേക്ക് വന്ന സരിനെ വലിയ കൊട്ടും കുരവയും സിംഹാസനവും 10,000-80,000 രൂപ ശമ്പളവുമായി പിണറായി സർക്കാർ ആനയിച്ചിരുത്തപ്പോൾ തുടങ്ങിയ കണ്ണുകടി പോലും ഇപ്പോഴും അൻവറിന് തീർന്നിട്ടില്ല. അതിനു മുൻപേ അൻവറിനെ കോൺഗ്രസുകാർ അടുക്കള മൂലയ്ക്ക് ഒതുക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മന്ത്രി റിയാസിനെ പറ്റിയും പിണറായി വിജയനെ പറ്റിയുമുള്ള വെളിപ്പെടുത്തലുകൾ ഇനിയും ബാക്കി കിടക്കുകയാണ്. മൊത്തം ഒന്ന് പറഞ്ഞു തീർക്കാൻ പോലും പറ്റിയിട്ടില്ല അൻവറിന്. സ്വന്തം നിലനിൽപ്പ് തന്നെ ഭീഷണിയിലായിരിക്കുമ്പോൾ പിന്നെ ആദ്യം അത് ശരിയാക്കി എടുത്തുകൊണ്ട് തന്റെ രാഷ്ട്രീയ ഭാവി നന്നാക്കാൻ നോക്കുമോ, അതോ റിയാസിനെ താഴെ ഇറക്കാൻ നോക്കുമോ? എത്ര ശക്തമായ ആരോപണം നടത്തിയാലും അൻവറിനെ പാർട്ടിയിലേക്ക് വിചാരിക്കുന്ന പോലെ സ്വീകരിച്ചിരുത്താൻ തയ്യാറല്ല എന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയാൽ ഇനി ഇടതുപക്ഷത്തിന്റെ കുത്തുവാക്കും കേൾക്കണം. BJP ഒരു കാരണവശാലും അൻവറിനെ അടുപ്പിക്കുകയുമില്ല. ലീഗിനും വേണ്ട അൻവറിനെ. എങ്ങോട്ട് പോവും, എവിടെ ചെന്നാൽ നിലനിൽപ്പ് ഉണ്ടാകുമെന്നോർത്ത് പരക്കം പായുന്ന അൻവറിനെ കണ്ട് കേരളം മുഴുവൻ ചിരിക്കുമ്പോഴും മലപ്പുറം കത്തി, അമ്പും വില്ലും എന്നൊക്കെ പറഞ്ഞ് അൻവർ വീണ്ടും എന്തൊക്കെയോ പുലമ്പുന്നുണ്ട്.